ഹലോ, എല്ലാവർക്കും ഷൈമാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോപ്പിൻ്റെ തന്നെ ആയി മാറിയിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി സോപ്പുകളാണ് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കിയതെന്ന് കാണാം. ഷോർട്ട് വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന്. എന്നാലും നമ്മൾ അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇടുമ്പോഴാണല്ലോ നമുക്ക് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാകുക നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോ ഇടുമ്പോഴാണ്. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് റെഡ് അലോവേരയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നമ്മൾ അലോവേര നോർമലി ഉള്ള അലോവേര കട്ട് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു മഞ്ഞ കളറ് ഒരു കറയാണ് വരിക. പക്ഷെ ഇതൊരു റെഡ് കളർ വന്നിരിക്കുന്നത്, ഇത് റെഡ് കളറ് അലോവേരയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. കണ്ടോ റെഡ് കളർ കണ്ടോ? ഇത് നമ്മൾ പലതരം രോഗങ്ങൾക്കൊക്കെ ജ്യൂസാക്കി കുടിക്കാനൊക്കെ ഈ അലോവേര എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ജെല്ല് ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാനും അതുപോലെ വന്നവർക്കായാൽ പോലും ഈ ഒരു അലോവേരയുടെ ജെല്ല് ജ്യൂസാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഞാനതിങ്ങനെ ഓൺലൈനിൽ കണ്ട സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് വിശദമായിട്ട് കേട്ട് മനസ്സിലായ സമയത്ത് ഈ ചെടിയൊക്കെ വിൽക്കുന്ന നഴ്സറി ഉണ്ടല്ലോ, അവിടെ നിന്നാണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലീഫാണ് എടുത്തിട്ടുള്ളത് അലോവേരയുടെ. അത് കഴിഞ്ഞപ്പോൾ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് നല്ല പ്യുർ പച്ചരി ഉണ്ടല്ലോ, നല്ല പച്ചരി നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുന്നത്. ഒരു 5-6 സ്പൂണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് എത്ര കണക്ക് വേണമെന്നുള്ളത്. അത് നമ്മൾ ലാസ്റ്റാണ് അതിന് എത്ര മെഷർമെൻ്റ് ഒക്കെ എടുക്കേണ്ടത് എത്ര എന്നുള്ളത് ഇനിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ഇട്ട് കഴിഞ്ഞാൽ മിക്സിക്കകത്ത് പൊടിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനൊരു 6-7 സ്പൂണ് പച്ചരി കഴുകി ഉണക്കിയത് ഇട്ട് പൊടിച്ചെടുത്തത്. ഇനി അതൊന്ന് നന്നായിട്ട് തരിച്ചെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് അതേ ജാറിൽ തന്നെ ഒരു 3 സ്പൂണ് നമ്മുടെ റൈസ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ പച്ചരി പൗഡർ ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്, പച്ചരി പൗഡർ. ഇനി ആ അലോവേര, ആ ഒരു ലീഫ് എടുത്ത അലോവേരയുടെ ജെല്ല് നല്ല രീതിയിൽ നമുക്ക് ഒരു സ്പൂണ് കൊണ്ട് ആ ലീഫിനകത്ത് നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. അത് ആ ജെല്ലിന് ആ പൗഡറിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് നല്ല ഒരു അടിപൊളി ഒരു പച്ച തന്നെ എന്ന് പറയാം, ഒരു വാട്ടമൊന്നും തട്ടാത്ത ഉരുളക്കിഴങ്ങ്. അത് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ചോപ്പ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഉള്ള നീര് നമുക്ക് കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇട്ടിട്ട് ഞെക്കി എടുക്കുകയോ ചെയ്യുക. അതല്ലെങ്കിൽ ഇതുപോലെ അരിപ്പയ്ക്കകത്തിട്ടിട്ട് നല്ല രീതിയിൽ സ്പൂൺ കൊണ്ടൊക്കെ പ്രസ് ചെയ്ത് ആ നീരെടുക്കുക. ആ നീരെടുത്തതിന് ശേഷം നമുക്ക് ഈ 3 ഐറ്റം കൂടെ അലോവേര ജെല്ലും അരിപ്പൊടിയും ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീരും കൂടെ ജ്യൂസാക്കി തിരിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഈ ബൗളിലേക്ക് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഒരു അളവ് നോക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ 50 ഗ്രാമാണ് എടുക്കുന്നത് കറക്റ്റ്. അപ്പോൾ 500 ഗ്രാം സോപ്പ് ബേസിന് 50 ഗ്രാം ആ ഒരു ജ്യൂസ്. എന്നുവെച്ചാൽ 3 ഐറ്റം കൂടെ ഒരുമിച്ചുള്ള ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ സോപ്പ് ബേസ് നല്ല രീതിയിലൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള ബേസ് വാങ്ങുക എന്നുള്ളതാണ്. അത് വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ അതിൽ ചേർക്കേണ്ട ചേരുവകൾ എടുക്കുക. നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ വെള്ളം തിളച്ച് കിടക്കുകയാണ്, അതിലേക്ക് വെച്ച് നമ്മൾ നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് 500 ഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ മെഷർമെൻറ്റ് കണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങൾ പകുതി കണ്ടിട്ട് പകുതി ആൾക്കാരും പിന്നെ ഇതിൻ്റെ എല്ലാം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്സപ്പിൽ വരികയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഡൗട്ട്സും കാര്യങ്ങളും മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ക്ഷമയോട് കാത്തിരിക്കണം. ആ ക്ഷമയോട് കാത്തിരുന്നാൽ മാത്രമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ആവുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും അരിപ്പൊടിയും അലോവേര ജെല്ലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് ഈ ജ്യൂസ് ഈ സോപ്പ് ബേസുമായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്കറിയാം ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു ഗുണങ്ങൾ എന്തെല്ലാമാണ്. വിറ്റാമിൻ സി, പൊട്ടാസ്യം, ഫൈബർ, വിറ്റാമിൻ B6, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബ്യൂട്ടി സോപ്പ് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസും ആ ഒരു ജ്യൂസും എല്ലാം കൂടെ നന്നായിട്ട് മെൽറ്റായി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ബേബി ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബേബി മോൾഡിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മോൾഡ് എടുത്ത് വെക്കാം. ഈ ഒരു മോൾഡ് എന്ന് വെച്ചാൽ പലതരം ഷേപ്പുള്ള മോൾഡുകളാണ്.
ഇത് 100 ഗ്രാമിൻ്റെ വരുന്നതുണ്ട്, 80 ഗ്രാമിൻ്റെ വരുന്നതുണ്ട്. ഒരു 75, 80, 100-നുള്ളിലാണ് നമ്മുടെ ഈ ഒരു സോപ്പുകളുടെയൊക്കെ വെയിറ്റ് വരിക. അപ്പം നമുക്ക് 500 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ട് നമ്മൾ എത്ര സോപ്പ് എടുത്തു എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഒരു 6 സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഇനി ഈ സോപ്പ് ഈ മോൾഡിനകത്ത് നിന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 3 മണിക്കൂർ തന്നെ വെയിറ്റ് ചെയ്യുക. 3 മണിക്കൂറിന് ശേഷം നമ്മളത് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു 2-3 കോട്ടിങ്ങിൽ റാപ്പിംഗ് റോൾ വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കണം. കാരണം ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് സോപ്പ് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാലും ചെറിയ രീതിയിലുള്ള ഒരു ബബിൾസ് പോലെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് സോപ്പിൽ. അത് ഈ ഈർപ്പം തട്ടിയിട്ടാണ് നമുക്കങ്ങനെ ആ ഒരു ബബിൾസ് വരുന്നത്. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഈ റാപ്പ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് 2-3 ലെയറായിട്ട് റാപ്പിംഗ് റോൾ വെച്ചിട്ട് നല്ലോണം റാപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ സോപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ മുഖം നിന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സോപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉള്ള റിസൾട്ട് കിട്ടുക. കാരണം മുഖം ആദ്യം ഒന്ന് നനയ്ക്കുക. നനച്ചതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഈ സോപ്പ് വെച്ച് തന്നെ നന്നായിട്ട് നമ്മുടെ കവിളിലും നെറ്റിക്കും അതുപോലെ താടി ഭാഗം ഒക്കെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഉരച്ചു കൊടുക്കുക മുഖത്തിന്. കാരണം ആ ഒരു സ്ക്രബിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മുഖം നല്ല രീതിയിൽ സ്ക്രബായി കിട്ടുന്ന രീതിയിൽ. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ആ മുഖത്തിന് അതൊരു ബ്രൈറ്റൻ കിട്ടാനും അതുപോലെ തന്നെ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ സോപ്പ് എപ്പോഴും എല്ലാവരും ചോദിക്കും പതയുണ്ടോ അല്ലെങ്കിൽ കട്ടിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സോപ്പ് 3 മണിക്കൂറിന് ശേഷം ഈ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് അതേ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്കൊന്ന് സോപ്പൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് പതപ്പിച്ച് കാണിച്ചു തരാം എത്രത്തോളം പത ഈ ഒരു സോപ്പിന് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കൈ ഒന്ന് നനച്ചതിന് ശേഷം സോപ്പ് ഒന്ന് കയ്യിൽ പുരട്ടിയിട്ട് ആ ഒരു പതയും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ കട്ടിയുണ്ട്, നല്ല കട്ടിയും. അതുപോലെ ഇപ്പോൾ ജ്യൂസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സോപ്പ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് നല്ല പ്രസ് ചെയ്യുമ്പോഴൊന്നും ഞെങ്ങി പോവുകയോ ഒന്നും ചെയ്യുന്നില്ല, നല്ല കട്ടിയുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഫോളോവേഴ്സായി നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് കിട്ടുന്ന പോലെ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സോപ്പ് ബേസ്, പിന്നെ അതുപോലെ ഫേസ് വാഷ് ബേസ്, ഷാമ്പൂ ബേസ്, എല്ലാ സാധനങ്ങളും സോപ്പിന് ആവശ്യമായ സാധനങ്ങളെല്ലാം, ഫ്രാഗ്രൻസ് ആയാലും അതുപോലെ തന്നെ ജെല്ലുകൾ, ഇതെല്ലാം അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും കോൾ ചെയ്യാതെ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ കാറ്റലോഗ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്തെല്ലാം പ്രോഡക്റ്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് സെയിലിനായിട്ടുള്ളതെന്നുള്ളത്. ഹെർബൽസുകളൊക്കെ ഉണ്ട്, പൗഡറുകൾ, ഇൻഡിഗോ പൗഡർ, ഹെന്ന പൗഡർ, ഹിബസ്കസ് പൗഡർ, ലിപ് ബാം പൗഡർ, ബീട്രൂട്ട് ലിപ് ബാം പൗഡറുകൾ, അങ്ങനെ എല്ലാ പൗഡറുകളും ഉണ്ട്. അപ്പം ഷൈമാസ് വേൾഡിൻ്റെ സ്ഥിരം കസ്റ്റമറോട് അല്ല ഞാനീ പറയുന്നത്, അവർക്ക് പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സ്ഥിരം വാങ്ങുന്ന ആൾക്കാർക്ക് അതറിയാം. അതല്ലാതെ പുതിയ ആൾക്കാർ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ കോൺടാക്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, അതുപോലെ വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളും കൂടെ പറഞ്ഞു തന്നത്. അപ്പം പിന്നുള്ളൊരു സന്തോഷ വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എന്നെ ഇത്രയും മുന്നിലേക്ക് എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ തരത്തിലാണ് ഒരു ബിഗ് താങ്ക്സ് എന്ന് പറയുകയാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.